പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 6-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് പറഞ്ഞു സാക്ഷ്യം പറയുമ്പോൾ, അച്ഛൻ്റെ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ലെന്ന്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരല്ലേ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഞാൻ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർക്കുകയാണ്. ഈ പ്രാർത്ഥന കാത്തിരുന്ന് ശിരസമിച്ച് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോകുന്നിടത്തില്ല, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ പോകുന്നിടത്തില്ല നിന്നോടുകൂടി ഞാൻ ഉണ്ടാകുന്ന നല്ല ചില കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവവേദനെ നിന്റെ ഉച്ചയും മൂർത്താവിൽ കർത്താവ് ചുംബിക്കുകയും തൻ്റെ അണിപ്പെടുതാകുന്ന അത്ഭുതകരം കൊണ്ട് നിന്റെ കൈകളെ കർത്താവ് ഷെയ്ക്ക് ചെയ്യുകയും നിനക്ക് കർത്താവ് ആശംസകൾ നേർന്നുകൊണ്ട് നിന്റെ ജീവിത വഴികളിൽ നീ എവിടെ പോയാലും ആരെ കണ്ടാലും അവിടെ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കാനും
മാതാവിൻ്റെ മധ്യസ്ഥം നിനക്ക് ലഭിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ മേൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൂടെ പാടുള്ള വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ, എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ ചെവി പറയും മാത്സ് പാടാണ്, ഇംഗ്ലീഷ് പാടാണ്, അങ്ങനെ കുറേ വിഷയങ്ങൾ പറയും. അപ്പം അവർക്ക് പേടിച്ചിട്ടാണ് അവർ പറയണത്. അങ്ങനെ പേടിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ് ഇപ്പോഴേ. അമ്മേ, അവിടെ കഴിവിനേക്കാൾ ഉപരി അവിടെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങൾ ആ കടമ്പുകളെല്ലാം കടന്നു വരാൻ അവരെ അനുഗ്രഹിക്കണം. എന്തെല്ലാം പരീക്ഷകൾ, എന്തെല്ലാം ഇൻ്റർവ്യൂകൾ, എന്തെല്ലാം അഭിമുഖങ്ങളെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം നീ പറയേണ്ട കാര്യങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്ത് മുൻകൂട്ടി ആലോചിച്ചു അത് ഉത്കണ്ഠപ്പെടേണ്ട. നീ പറയേണ്ടത് എന്താണെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നവർ എത്ര ഇൻ്റർവ്യൂ ആണ് കർത്താവേ. ഒന്നും ചോദിക്കാതെ വിടുകയും അതേസമയം ജോലി കൊടുക്കുകയും ചോദിക്കുമെന്ന് ഓർത്ത് ഭയപ്പെട്ട ചോദ്യത്തെ ചോദ്യകർത്താവ് വിഴുങ്ങിക്കളയുകയും നിന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം കർത്താവ്. യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിനെ ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ ഇഴഞ്ഞു നടക്കുന്നൊരു മനുഷ്യനുണ്ട്, ഇഴഞ്ഞു നടക്കുന്നൊരു ജീവി. അത് സർപ്പമാണ്. സർപ്പം വെളിപാട് പുസ്തകത്തിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ലൂക്കാൻ്റെ പുസ്തകത്തിലുണ്ട്, മർക്കോസിൻ്റെ പുസ്തകത്തിലുണ്ട്. സർപ്പം എല്ലായിടത്തേക്കും നിറഞ്ഞിരിക്കുന്ന ബൈബിളിൽ. ഇവിടെ ഒരു വ്യത്യാസമുള്ള വെച്ച് കഴിഞ്ഞാൽ ചിലർ സർപ്പം കയ്യിലെടുക്കും, ചിലർ സർപ്പത്തെ കയ്യിലെടുക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സർപ്പമുണ്ട് എല്ലായിടത്തും. ഇപ്പം ഈശോ പറയത്തില്ലേ, സർപ്പം, ഇപ്പം അവ പറയത്തില്ലേ, സർപ്പം എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും സർപ്പമുണ്ട്. സർപ്പം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾക്ക് ചിറക് നൽകപ്പെട്ടെന്ന് വെളിപാട് 12 പറയുന്നില്ലേ. പുരാതന സർപ്പം ഒന്ന് യോഹന്നാൻ വെളിപാടിൽ വിളിക്കുന്നുണ്ട്, പിശാചിനെ വിളിക്കണ. അപ്പോൾ ഇതിന് ഈ സർപ്പത്തിനെ കൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു വന്നതിന് ശേഷം സർപ്പത്തിനെ കൈകാര്യം ചെയ്യണ കാണാം. ക്രിസ്തു അപ്പോസ്തലന്മാർക്കൊരു അധികാരം കൊടുക്കും. അവർ എന്താണ്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും, ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇനി മർക്കോസിന്റെ 16:18 വരുമ്പോഴും സർപ്പമുണ്ട്. മർക്കോസ് 16:18, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ സർപ്പം കയ്യിലെടുത്തവരുമുണ്ട്, സർപ്പത്തെ കയ്യിലെടുത്തവരുമുണ്ട്, അല്ലേ? ഹവ്വാനെ സർപ്പം പറ്റിച്ച് കയ്യിലെടുത്തു, പിശാച് മനുഷ്യനെ കയ്യിലെടുത്തും. അതുപോലെ തന്നെ സർപ്പത്തെ കൈകാര്യം ചെയ്ത ആൾക്കാരുണ്ട്. അതന്നെ അതിന് ആത്മീയ അധികാരം വേണമെന്നാണ് ഈശോ ലൂക്ക 10:9 പറയണം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സത്യവും ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. കർത്താവിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് അധികാരത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വളരും. അപ്പോൾ അത് സ്പിരിച്വൽ സെൻസാണ്. ഇപ്പോൾ സർപ്പം പോലെ ഇരിക്കണ, ഇപ്പോൾ സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? വിളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. ഇപ്പോൾ ചില അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യരില്ലേ, അവരെ 10 പൈസ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് നീചമായ കാര്യങ്ങളും ചെയ്യണവരുണ്ട്. വിളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. 2 കാര്യവും സർപ്പത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ കമ്പനികളിലും സ്കൂളിലും എല്ലായിടത്തും നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും.
അവരൊക്കെ പാരയും സൂചിയും ഒക്കെ വെക്കും പലതരത്തിൽ. അവർക്കത് അറിയത്തുള്ളൂ, അതാണ് വിഷയം. പക്ഷെ നമ്മളെ ഇതിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അവർക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും, ചില കേസുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിനെ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്, അഭിസംബോധന ചെയ്യിപ്പിക്കുക. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ നമ്മുടെ ആത്മീയ അധികാരം വർദ്ധിക്കണം. ആധ്യാത്മിക അധികാരം എന്ന് പറയുമ്പോൾ മരണം, അർത്ഥവത്തായിട്ട് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിച്ചു, ഉയർപ്പ് വിശ്വസിച്ചു, വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു, പിന്നെ എന്താ വരവ് പ്രത്യാശിച്ചു. അങ്ങനെ വിശ്വാസ ദിവരഹസ്യങ്ങളെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അധികാരം വർദ്ധിക്കുന്നത്. ക്രിസ്തു നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അധികാരം വർദ്ധിക്കണമെന്ന് നമുക്ക് അറിയുന്ന അധികാരം തരികയല്ല, ഒരു സർട്ടിഫിക്കറ്റ് തരികയല്ല, മറിച്ച് ഒരു അപ്പോയിൻമെൻറ്റും അല്ലത്. മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അത് ഈശോ പറയണത്, ഞാനല്ല എൻ്റെ പിതാവാണ് എന്നിൽ പ്രവർത്തിച്ച് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അങ്ങനെ വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അനുഗ്രഹ ലെവലിൽ നിന്ന് മാറി അഭിഷേക ലെവലിൽ വന്നു, അതിനേക്കാൾ ഉയർന്ന് അധികാര ലെവലിലേക്ക് വരണം. സർപ്പങ്ങളെ കീഴടക്കാൻ അതാണ് മാർഗം. അപ്പം നോൻപ് കാലം പറ്റിയൊരു കാലമാണ്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ മനസ്സായി യോജിച്ച് ജീവിതം കൊണ്ട് അതിൻ്റെ അകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് കിട്ടുന്ന ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു സ്വാഭാവിക ശക്തി കിട്ടും. അപ്പോൾ പലരും സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണത്? എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണവർ അവരൊറ്റക്കായിരിക്കും, വേറെ രാജ്യത്തായിരിക്കും, പക്ഷേ ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആ സിറ്റുവേഷൻ അവർ അധികാരത്തോടെ തന്നെ കൈകാര്യം ചെയ്യും. ഉടമ്പടി പോലെ മനുഷ്യൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ നല്ലത് ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ഇനി ഉടമ്പടിയിലാണെങ്കിൽ അനുഗ്രഹത്തിന് തലം വിട്ട് അഭിഷേകതലം വിട്ട് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്റെ ജീവിതം പുനഃക്രമീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.